മലയാളം, തമിഴ്, തെലുഗു, കന്നഡ 4 ഭാഷയിൽ അഭിനയിച്ച ഒരാളാണ്. ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം മെഡോണയ്ക്ക് ഫീൽ ചെയ്തത്? തമിഴ്നാട്ടിലാണ്. എന്താണ് എങ്ങനെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു അത്? അവര് ഭയങ്കര സ്നേഹിക്കല. അതായത് മറ്റേ നമ്മള് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാലും അക്ക അക്ക അമ്മ എല്ലാം ഭയങ്കര സ്നേഹം. ആൻഡ് ഐ ഓൾവേസ് ഫെൽറ്റ് അതിപ്പോ ഈ കോവിഡ് ടൈമിലാണെങ്കിലും മെസ്സേജ് അയച്ച് പറയും സൂക്ഷിച്ചിരിക്കണേ, വീട്ടിലിരിക്കണേ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മള് ആരെങ്കിലും വിളിച്ച് അറിയില്ലാത്ത ആൾക്കാരോടൊന്നും അങ്ങനെ പറയാറില്ല. അത് എന്തിനാന്ന് വരെ നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ ദർ ഇസ് എ ലോട്ട് ഓഫ് അഫെക്ഷൻ എപ്പോ ചെന്നാലും. ആൻഡ് അവരുടെ മുഖം കണ്ടാൽ അറിയാം ദാറ്റ് ദേ ആക്ച്വലി മീൻ ഇറ്റ്. ഭയങ്കര സ്നേഹ. ഓക്കെ, എനിക്ക് ഇനിയും ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് കേൾക്കാനാണ് ഇഷ്ടം. അതായത് ചില കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അവരെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാമോ? നിവിൻ പോളി പണിയേ ഉള്ളൂ നിവിന്റെ കൂടെ ആണെങ്കിൽ. ഹീസ് ഓൾവേസ് ജോക്കിംഗ് അറൌണ്ട്. അതായത് പുള്ളി എന്തെങ്കിലും പറയും ചിരിച്ചോണ്ടിരിക്കും. അപ്പോൾ ഐ തിങ്ക് മോർ ലെസ് നമ്മൾ ഒരിക്കൽ പ്രേമത്തിലൊരു സീനുണ്ട്, മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന എന്താ പറ്റിയേ. സോ ഫിയാൻസൈഡ് മറ്റേ പുള്ളിയായിട്ട് പിരിഞ്ഞ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു വരും. ഒന്നുകിൽ ഐ സ്റ്റാർട്ട് ലാഫിങ്, ഹീൽ സ്റ്റാർട്ട് ലാഫിങ്, അങ്ങനെ ചിരിച്ച് ഒരു 10 ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ക്ഷമയുള്ള ആളല്ലേ? പ്രേം ആക്ച്വലി ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒത്തിരി ടൈം എടുത്ത് ഒരു ദിവസം 1 സീൻ 2 സീൻ നമുക്ക് സമയം ഉണ്ടായിരുന്നു. ആസിഫ് ഐ തിങ്ക് ഇസ് എ പ്രാങ്സ്റ്റർ. പുള്ളി ഫുൾ എനർജി ഓൾ ദ ടൈം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഇവന്റ്ഫുൾ ആയിരിക്കും. പുള്ളി ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രാങ്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഏതോ ദീപാവലിയുടെ അന്നെങ്ങാണ്ട് ആസിഫിന് ആക്ച്വലി ഷോട്ട് ഇല്ല. കുറച്ചേരം കഴിഞ്ഞപ്പോ ഷോട്ടിന്റെ ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ പടക്കമൊക്കെ പൊട്ടുന്നത്. ഞാനിവിടെ വന്നോ എന്ന് പറഞ്ഞ് ഫുൾ പടക്കമൊക്കെ പൊട്ടിച്ചത് തന്നെ ഈ ലെഫ്റ്റ്. വിജയ് സേതുപതി ഭയങ്കര സ്നേഹമാണ് പുള്ളി എല്ലാവരോടും. ഭയങ്കര ഈസ് വെരി അഫെക്ഷനേറ്റ് ഇൻ ജനറൽ. ആ പുള്ളി ആ ഒരു ഡൗൺ ടു എർത്ത് അങ്ങനെ ഒരു സാധനമുണ്ട്. ഇൻഫാക്ട് ഐ ലേൺ സംതിങ് ഫ്രം ഹിം. നമ്മളൊരു ഒരു രാത്രി 11:30 എങ്ങാണ്ട് വരെ ഷൂട്ട് ചെയ്ത് അടുത്ത് ഒരു ഭയങ്കര ആവശ്യത. ആൻഡ് ദെൻ നമ്മൾ ഇവിടുന്ന് വേറെ മദ്രാസിന് അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അവിടെ ഷൂട്ട് ചെയ്യണം. അപ്പം പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു 100-200 ഫാൻസ് വന്നു. നമ്മൾ ഇറങ്ങി വണ്ടി കയറി ഇങ്ങനെ പോകുന്നു. അപ്പോൾ വി ക്യാൻ സീ പീപ്പിൾ ഗ്യാതറിങ്. അങ്ങനെ പെട്ടെന്ന് പുള്ളി ഇറങ്ങി നല്ല മടുത്തിരിക്കുക. പുള്ളി വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോയി ഓരോരുത്തരുടെയും കൂടെ സെൽഫി എടുത്തിട്ട് വിട്ട് 2:30-3 മണി വരെ. അങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ അവിടുന്ന് അത് പഠിച്ചേ അങ്ങനെ ചെയ്യണം എന്ന്. മേ ബി 200 പേർക്ക് സെൽഫി കൊടുത്തില്ലെങ്കിലും മറ്റേ ആ സെൽഫിയോടുള്ള ബുദ്ധിമുട്ട് മാറ്റിയത്. ഇഫ് ഹി ക്യാൻ ഡു ദാറ്റ് ദെൻ വി ഷുഡ് ബി എ ലിറ്റിൽ അത് കാം ഡൗൺ ആൻഡ് ഡു ദാറ്റ് ഫോർ ദം എന്നുള്ളൊരു സാധനം അത് അവിടുന്നാ പഠിച്ചേ. ധനുഷിന്റെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം വാസ് വെരി വെരി നൈസ്. അതെവിടെയായിരുന്നു? രാംനാഥപുരം.